ചേട്ടാ നമസ്കാരം. നമസ്കാരം. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയിലെ വലിയ സംഘർഷം യുദ്ധത്തിലേക്ക് പോയിട്ട് ആ സംഘർഷത്തെ ലഘൂകരിക്കാനും അതിൽ ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ കേണൽ സോഫിയ ഖുറേഷി വന്ന് വിശദീകരിച്ചു ഇന്ത്യ എന്ത് തരം തിരിച്ചടിയാണ് പാകിസ്ഥാന് കൊടുത്തത് എന്നുള്ളത്. അല്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യ നൽകിയ കാര്യങ്ങൾ കൃത്യമായും വെടുപ്പായിട്ട് ഖുറേഷി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ അറ്റാക്ട് ഇന്ത്യസ് വെസ്റ്റേൺ ഫ്രണ്ട്. Pak launched a high-speed missile in Punjab. Pakistan targeted 26 Indian cities. Pakistan is targeting India air defense installation. Pakistan pushing fake narrative using social media. Pakistan misused international air routes as shields. India has neutralized most attacks. India has responded swiftly and responsibly എന്നാണ് സോഫിയ ഖുറേഷി പറഞ്ഞിരിക്കുന്നത്. വളരെ ക്ലിയർ ആണ്. 26 ഇന്ത്യൻ നഗരങ്ങളാണ് പാകിസ്ഥാനികൾ ആക്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് വെസ്റ്റേൺ ഫ്രണ്ട് ഇന്ത്യയുടെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഹൈ സ്പീഡ് മിസൈൽ പാകിസ്ഥാൻ പ്രയോഗിച്ചു. പക്ഷേ ഒരെണ്ണം പോലും ഇന്ത്യയുടെ ഒരു രോമത്തിൽ തൊട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാനിൽ നിന്ന് വേറെ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കറാച്ചി തുറമുഖം തകർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഫ്യൂവൽ ഷോർട്ടേജ് പാകിസ്ഥാനിൽ നിന്ന് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വാർത്ത ഫ്യൂവൽ ഷോർട്ടേജ് പാകിസ്ഥാനിൽ വരുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിവരം ചൈനയെ പാകിസ്ഥാനിലേക്ക് വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ചൈന പക്ഷേ പറയുന്നത് ഇല്ല, ഇന്ത്യ ഞങ്ങളുടെ നല്ല സുഹൃത്താണ് എന്ന് തന്നെയാണ് ചൈന പറയുന്നത്. അതിന് പിന്നിൽ എന്താണ് ഒരു ചേതോ വികാരം എന്ന് എനിക്ക് അറിയില്ല. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തെങ്കിലും ഒരു ഡീൽ സംസാരിച്ചുറപ്പിച്ചിട്ടുണ്ടാകണം എന്നാണ് ഞാൻ ഇന്നലെ സംസാരിച്ച ഒരു നയതന്ത്ര വിദഗ്ധം പറയുന്നത്. എന്തെങ്കിലും ഒരു ഡീൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഉറപ്പിച്ചിട്ടുണ്ടാകണം. ഒരുപക്ഷെ അമേരിക്കയുടെ താരിഫ് വാറിൽ ചൈന തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് എക്കണോമി തകരുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു വലിയ മാർക്കറ്റ് ചൈനയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും തുറന്നു കൊടുക്കാം എന്ന് വല്ലതും പറഞ്ഞ് കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അതൊക്കെ ഇനി പുറത്തു വരേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകളുമാണ്. എന്ത് തന്നെയായിരുന്നാലും ഈ 26 സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി ഇന്ത്യയെ ന്യൂട്രലൈസ് ചെയ്തെന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ബലൂചിസ്ഥാനിൽ ഇപ്പോ ചൈനീസ് തൊഴിലാളികളെയും ചൈനീസ് മറ്റ് ആൾക്കാരെയും ബലൂചിസ്ഥാനിൽ വലിയ രീതിയിൽ കൊലപ്പെടുത്തുന്നുവെന്ന് ഇപ്പൊ പാകിസ്ഥാൻ ഒരു നറേഷൻ കൊണ്ടുവരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ചൈനയെ ഇതിലേക്ക് വലിച്ചഴയ്ക്കാനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാകിസ്ഥാൻ ഒരുപക്ഷെ ഈ ചൈനീസ് പീപ്പിൾ അവിടെയുള്ള നേതൃത്വം വഹിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. ചൈന ഇതിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ടോ ബിജുചേട്ടാ? ചൈന അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയൊരു തലവേദനയായി മാറില്ല എന്താ തോന്നുന്നു? ഇതിപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ബലൂചിസ്ഥാനിൽ അവർ ചൈനയ്ക്കെതിരെ ഏതാണ്ട് ചൈനയുടെ 50-ൽ പരം എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയൊക്കെ ബലൂജികൾ കൊന്നായിരുന്നു. മീൻസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നത്. പക്ഷെ അവരിപ്പോൾ ഈ അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ മുന്നറിയിപ്പ് ചൈനയ്ക്ക് കൊടുത്തിരുന്നു. നിങ്ങളുടെ പൗരന്മാരോട് ഞങ്ങൾക്ക് ശത്രുത കാര്യങ്ങളൊന്നുമില്ല. പാകിസ്ഥാന്റെ വാക്ക് കേട്ട് ഞങ്ങളുടെ ഈ ബലൂചിസ്ഥാനിൽ കൊള്ളയടിക്കാൻ വന്നാൽ ഞങ്ങളത് കൈയും കെട്ടി നോക്കിയിരിക്കില്ല. അതാണ് ഞങ്ങൾക്ക് നിങ്ങളുള്ള പ്രതിഷേധം. അതുകൊണ്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ചൈനയെ എങ്ങനെയെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തുക, അതായത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള വലിയ തിരിച്ചടികൾ പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ കാണുന്നതാണ്. അവിടുത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പാകിസ്ഥാന്റെ ഒക്കെ പോലീസുകാർ ജീവനം കൊണ്ട് ഓടുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ആ പാകിസ്ഥാന്റെ ഒക്കെ കൊടി വെച്ചിരുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കൊടി മാറ്റിക്കൊണ്ട് ബലൂച്ചി കൊടികൾ വെക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ അവസരത്തിൽ ചൈന വലിയ രീതിയിൽ മുതൽ മുടക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ബലൂജ് ഏരിയ. ഒന്ന്, അവിടെ ബെൽറ്റാൻ റോഡ് പോകുന്നുണ്ട്. രണ്ട്, അതിനോട് ചേർന്ന് നടക്കുന്ന ഗദ്ദാർ തുറമുഖം, അതിനോട് ചേർന്ന് നടക്കുന്ന എയർപോർട്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ കൊണ്ട് ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചൈനയ്ക്ക് ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ പാകിസ്ഥാൻ കരുതുന്നത് ഈ ബലൂജികളെ അടിച്ചൊതുക്കാൻ ചൈന എത്തും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ചൈന എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിന് കുറവെന്ന് പറയാൻ കാരണമുണ്ട്. ഒന്ന്, ഇപ്പോൾ അമേരിക്കയുടെ പുതിയ താരിഫ് യുദ്ധത്തിൽ ചൈനയിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവിടെ തൊഴിലാളികൾ അവിടെ ഒരുപാട് പേരെ പിരിച്ചുവിട്ടു കാരണമില്ലാതെ. അവരുടെ സാമ്പത്തിക രംഗം ഭയങ്കരമായ ഒരു തകർച്ചയെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഒന്ന്, ഈ ഒരു സാഹചര്യത്തിലേക്ക് ചൈന ബലൂചിസ്ഥാനെ അടിച്ചൊതുക്കാനാക്കി എത്തിയാൽ അമേരിക്ക, നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അമേരിക്ക ഉറപ്പായും പ്രത്യക്ഷമായി തന്നെ ഇന്ത്യക്കൊപ്പം നിന്ന് തിരിച്ചടിക്കുമെന്ന് ചൈനയ്ക്കറിയാം. അതായത് ആവശ്യമില്ലാതെ, അതായത് ഈ ഒരു മേഖലയിൽ, അത് ഏഷ്യൻ മേഖലയിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ കാത്തിരിക്കുന്ന അമേരിക്കയ്ക്ക് അതൊരു ചുവപ്പ് പരവതാനി വിരിക്കുന്നതിന് തുല്യമായിരിക്കും ചൈന ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ. കാരണം അതൊരു ഓപ്പൺ വാറായി മാറുകയാണ്. ചൈന ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായിട്ട് പ്രഖ്യാപിക്കപ്പെടും. സ്വാഭാവികമായി തന്നെ അമേരിക്ക വരും. കാരണം അവരൊരു സ്പേസ് നോക്കി ഇരിക്കുകയാണ്. കാരണം ചൈനയെ അടിക്കാനൊരു സ്പേസ്, അപ്പൊ ഇന്ത്യയോടുള്ള സപ്പോർട്ട് കിട്ടുന്നു, വരും. ഇത് ചൈന ഒരിക്കലും താങ്ങാൻ കഴിയില്ല. കാരണം ഏതൊരു രാജ്യത്തിന്റെ സാമ്പത്തിക അസ്ഥിരതയെ തകർക്കുന്ന ഒരു കാര്യം. കാരണം യുദ്ധം നമുക്ക് ഈ മൊബൈൽ ഗെയിം കാണുമ്പോൾ മാത്രമേ രസമുള്ളൂ. കാരണം ഇതിന്റെ പിന്നിൽ അനവധി പ്രത്യാഘാതങ്ങളുണ്ട്. യുദ്ധം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അനവധിയാണ്.
നമ്മൾ പലരും ഇപ്പോൾ അടിക്കുന്നില്ല കൊല്ലുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ ഗെയിമിൽ ഇല്ലെങ്കിൽ മൊബൈൽ ഗെയിമിൽ കാണുന്ന ഒരു പരിചയം വെച്ചിട്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. മൊബൈൽ ഗെയിം അല്ല റിയൽ വാർ എന്ന് പറയുന്നത്. ഒരു റിയൽ വാർ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടല് തകർക്കും. അതുകൊണ്ട് ചൈന ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയുമായി ഈ അടുത്ത കാലത്തൊക്കെ കുറേ ഡീൽസ് അവർ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ താരിഫ് യുദ്ധം വന്നതിന് ശേഷം ഈ ചൈനയിൽ നിന്നുള്ള കയറ്റുമതി കമ്പനികളെല്ലാം തന്നെ പൂട്ടിപ്പോയി. അതായത് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം വന്നു. കാരണം ഇത് വലിയ വിലയ്ക്ക് കയറ്റി അയക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പരമ്പരാഗതമായി അമേരിക്കയിൽ ഉണ്ടായിരുന്ന അവരുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. ചൈനയുടെ ഏതാണ്ട് 74% സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യം US ആണ്. അപ്പോൾ അവിടെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടു പോയാൽ ഇനി നാളെ ഒരു കാലത്ത് ട്രംപ് താരിഫ് കുറച്ചാലോ ഇല്ലെങ്കിൽ ഇനി ട്രംപ് പോയതിനു ശേഷം താരിഫ് കുറച്ചാലോ ഈ ഉൽപ്പന്നങ്ങളൊന്നും ആരും വാങ്ങില്ല. കാരണം ഈ ഉൽപ്പന്നം ഒരു കുറച്ച് നാൾ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ അതിന് പകരം മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കക്കാർ വാങ്ങാൻ തുടങ്ങും. അത് ചൈനയ്ക്ക് നന്നായി അറിയാം. പിന്നീട് ഒരിക്കലും ചൈനയ്ക്ക് അമേരിക്കയുടെ മാർക്കറ്റ് കിട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് ഈ താരിഫിന്റെ ഒക്കെ ഈ ഒരു യുദ്ധം തുടങ്ങിയതിനു ശേഷം ചൈന ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്, കാരണം ചൈനയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ഒരു മേഖല അവരുടെ കയറ്റുമതി മേഖല തന്നെയാണ്. അപ്പൊ ഈ കയറ്റുമതി കമ്പനികളും മറ്റുമൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ പൂട്ടി എന്ന് തന്നെ പറയാം. അവിടെയുള്ള തൊഴിലാളികളെയാണ് ഈ പറഞ്ഞു വിട്ടത് കാരണം കാണിക്കാതെ. അവരാണ് ഇപ്പോൾ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഉൽപാദനം വലിയ രീതിയിൽ ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് അവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഈ താരിഫ് വെച്ചിട്ട് ഇവർക്ക് ഈ ഉൽപ്പന്നം കയറ്റി അയക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ അവർ ഈ അടുത്ത കാലത്ത്, ഏതായാലും ന്യൂസിന്റെ മേലെ നമ്മൾ ആ വാർത്ത ചെയ്തിരുന്നു, 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഈ ചൈനീസ് അധികൃതര് ഇന്ത്യൻ കമ്പനികളുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. അതായത് ഇന്ത്യയിലെ കയറ്റുമതിക്കാരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ഇന്ത്യയിൽ എത്തിക്കുക, എന്നിട്ട് മേക്കിംഗ് ഇന്ത്യ എന്ന ലേവലിൽ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്താണ് ഇവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഉൽപ്പന്നം കിട്ടാതെ വന്നാൽ, അതായത് ഇപ്പോൾ ഇവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി നാളെ അമേരിക്കൻ താരിഫ് കുറയ്ക്കുകയോ ഇല്ലെങ്കിൽ ട്രംപ് മാറുകയോ ചെയ്താൽ പോലും പിന്നീട് ഈ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ എത്തില്ല. കാരണം അങ്ങനെയാണല്ലോ മാർക്കറ്റിന്റെ പ്രത്യേകത. നമുക്ക് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിന് ആൾട്ടർനേറ്റീവായിട്ട് അടുത്ത ഉൽപ്പന്നത്തിലേക്ക് പോകും, അടുത്ത രാജ്യത്തിന്റെ ഉൽപ്പന്നത്തിലേക്ക് പോകും. പിന്നീട് അവിടത്തേക്ക് ഒരു എൻട്രി ഈ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടില്ല. ഇത് നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കമ്പനികളുമായി ചേർന്നുകൊണ്ട് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങൾ റഷ്യയുമായി ചേർന്നിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. റഷ്യയുടെ പല ഈ ആയുധങ്ങളും നമ്മൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലെവലിൽ തന്നെയാണ് അത് കയറി പോകുന്നതുമൊക്കെ. ബ്രഹ്മോസ് അടക്കം നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ചൈന അവരുടെ ഈ ഉപകരണങ്ങൾ, അതായത് 74% ഉൽപ്പന്നങ്ങളും അവർ അമേരിക്കയിലേക്കാണ് കയറ്റി അയക്കുന്നത്. അത് അമേരിക്കൻസ് വാങ്ങുന്ന 100-ൽ 44 പേരും വാങ്ങുന്നത് ചൈനയുടെ സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ ആ സാധനങ്ങൾ ഷോർട്ടേജ് വരാതിരിക്കാൻ അവർ കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഇന്ത്യൻ വ്യവസായികളും വ്യാപാരികളുമായി ടൈപ്പ് ഉണ്ടാക്കുക, ഇവിടെ എത്തിച്ചതിന് ശേഷം അത് മേക്കിംഗ് ഇന്ത്യ എന്ന രീതിയിൽ പോകുക. അത് ഇന്ത്യൻ വ്യവസായികൾക്ക് ലാഭകരമായ കാര്യം തന്നെയാണ്. നമുക്കും അതുകൊണ്ട് ലാഭമുണ്ട്. ചൈനയ്ക്കാണെങ്കിൽ അവരുടെ മാർക്കറ്റ് ഇടിയാതെയും പോകും, കിട്ടുന്ന ലാഭമാണ്. വലിയ താരിഫ് ഒന്നും ഇന്ത്യക്കെതിരെ ചുമത്തിയിട്ടില്ല. ഈ ഒരു പ്രതിസന്ധിയിൽ ചൈന നിൽക്കുന്നുണ്ട്. അപ്പൊ ചൈന സ്വാഭാവികമായി തന്നെ ഇതിനകത്ത് കൂടി തലവെച്ചു കൊടുക്കാനുള്ള യാതൊരു സാധ്യതകളുമില്ല. കാരണം ചൈന അവരുടെ സഖ്യകക്ഷിയാണ് എന്ന്, അതുകൊണ്ടാണ് അവരൊരു മൃദു സമീപനം എടുത്ത് മാറി നിൽക്കുന്നത്. പാകിസ്ഥാന് ഏറ്റവും വലിയ തിരിച്ചടിയായതും ചൈനയുടെ മൃദു സമീപനമാണ്. കാരണം ചൈന ഈ വാറിലേക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമാണ് അടുത്ത നിമിഷത്തിൽ അമേരിക്ക വരും. അമേരിക്ക വന്ന ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അമേരിക്കയ്ക്ക് മറ്റൊരു താല്പര്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് തായ്വാനാണ്. തായ്വാൻ എല്ലാ കാലത്തും രക്ഷിച്ചുകൊള്ളാൻ വാക്ക് കൊടുത്തിട്ടുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക. കാരണം തായ്വാൻ ചൈനയുടെ സ്വപ്നം കൂടിയാണ്. അതായത് എല്ലാം കൊണ്ടും ചൈനയുടെ സ്വപ്നത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് താരിഫ് യുദ്ധത്തിന്റെ മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. ഇവിടെ അവർ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുമായി ചില ഡീലുകൾ ഉണ്ടാക്കിയാൽ, അവരുടെ ചില ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചില നികുതി ഇളവുകളൊക്കെ കൊടുത്താൽ ഇന്ത്യ നല്ലൊരു വിപണിയാണ്. അതായത് ഈ ഗതികെട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തെ ആപത്ത് കാലത്ത് സഹായിക്കാൻ പോയി പണി മേടിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ ചോദിക്കും, ചൈന ആയുധം കൊടുക്കുന്നില്ലേ എന്നുള്ളതാണ്. സ്വാഭാവികമായി തന്നെ ചൈന അവർക്ക് ആയുധങ്ങൾ നൽകും, യാതൊരു ഡൗട്ടുമില്ല. ഏതായാലും ചൈനീസ് ആയുധങ്ങളുടെ ഗുണം നാം കുറച്ച് ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ചൈനയ്ക്ക് ആയുധം കൊടുക്കാതെ നിവൃത്തിയില്ല. കാരണം അവരുടെ എനിക്ക് തോന്നുന്നു അവർ കണ്ടം ചെയ്യാൻ വെച്ചിരിക്കുന്ന ആയുധങ്ങളായിരിക്കും എടുത്തു കൊടുക്കുന്നത്. കാരണം ഇവര് പൈസ കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ഈ ആയുധങ്ങളൊക്കെ ആയിരിക്കും. ഈ തന്ന പൈസക്ക് ഇതൊക്കെ ഉള്ളൂ എന്ന് പറയാനും പറ്റും. അപ്പോൾ അതാണ് ഒരു വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നത്. ഏതായാലും ചൈന വലിച്ചടക്കിയ അത് ഒരു പോയിന്റാണ് ഞാനീ പറഞ്ഞത്. മറ്റൊരു പോയിന്റ്, റഷ്യ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചൈനയ്ക്ക് ഒരിക്കലും ഇന്ത്യക്കെതിരെ തിരിയാൻ കഴിയില്ല. കാരണം ഈ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ചൈന ഭയക്കുന്നുണ്ടെങ്കിൽ അത് റഷ്യ തന്നെയാണ്. നമുക്കറിയാം 1971 ഈ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈന നീങ്ങാൻ തുടങ്ങിയപ്പോൾ അതിനെ തടയിട്ടത് റഷ്യൻ പട്ടാളമാണ്. റഷ്യൻ പട്ടാളം റഷ്യയുടെ അതിർത്തികൾ അണിനിരന്നപ്പോൾ ചൈന ഭയന്നുപോയി. കാരണം ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ളത് റഷ്യയുമായിട്ടാണ്.
അതായത് ചൈന ഒരടി മുൻപോട്ട് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇതിലോട്ട് കടന്നു കയറേണ്ടി വരും. കാരണം ചൈന റഷ്യയുമായിട്ട് ചില അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായിരുന്നു അന്ന് കൊടുത്ത വാണിംഗ്. അത് ചൈനയ്ക്ക് നന്നായി തന്നെ അറിയാം. കാരണം ലോകത്ത് ഏത് രാജ്യങ്ങൾ കൈവിട്ടാലും ചൈനയെ അത്യാവശ്യ ഘട്ടങ്ങളിൽ റഷ്യ ഐക്യരാഷ്ട്രസഭയിലായാലും മറ്റുള്ളവരിലൊക്കെ ആയാലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ അവർ മാത്രമേ ഉള്ളൂ. അവരാകട്ടെ ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതിമാരാണ്. റഷ്യയുടെ ഒരു ഇംഗത്തിന്റെ, അതായത് അവരുടെ ആയുധ വിപണിയുടെ ഏതാണ്ട് മേജർ പാർട്ടും വാങ്ങുന്ന ഒരു വ്യക്തി നമ്മളാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പടി കൂടെ കടന്നിട്ട് അവരുടെ ആയുധങ്ങൾ പോലും നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് നിർമ്മിച്ചിട്ടാണ് ഇപ്പോൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യത്തിന് റഷ്യ ഒരിക്കലും കൈവിടില്ല. ഏതായാലും റഷ്യൻ പ്രസിഡന്റ് തുടക്കം മുതലെടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്, ഇപ്പോഴും ആ സ്റ്റാൻഡ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മറികടന്നുകൊണ്ട് ചൈന ഒരിക്കലും ഇതിക്കൊണ്ട് തലവെക്കില്ല. ആ സ്വപ്നം പാകിസ്ഥാനികൾക്കും ഇല്ല. അവര് ഇവിടെയുള്ള ചില ആൾക്കാരൊക്കെ അതുകൊണ്ടാണ് അവർ ചൈനയെ വലിച്ചഴിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വരില്ല. ഇതിനകത്ത് ഇവിടെയുള്ള ചിലരൊക്കെ ആദ്യം കരുതിയത്, ഇപ്പൊ അവർക്കും ആ ധാരണയില്ല. മുമ്പ് പലരും കരുതിയത് പാകിസ്ഥാനെ അടിച്ചാൽ ചൈന വരും. ചൈന വരില്ല. കാരണം എങ്ങനെ നോക്കിയാലും ചൈനയ്ക്ക് വരാൻ കഴിയില്ല പ്രത്യക്ഷത്തിൽ. ഒരുപക്ഷെ അവർ ആയുധമൊക്കെ കൊടുക്കുമായിരിക്കും. കാരണം അവരുടെ പണി അതാണ്, ആയുധ കച്ചവടമാണ്. എർദോഗനും തുർക്കിയും ഒക്കെ ആയുധം കൊടുത്തില്ലേ. അപ്പോൾ സ്വാഭാവികം മാത്രമാണ് അവരത് കൊടുക്കുമായിരിക്കാം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇനി നമുക്ക് ഏതൊക്കെ രാജ്യങ്ങൾ ആയുധം തരുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ കഴിയും? നമ്മുടെ അത് വാർത്തകൾ പോകാത്തോണ്ടല്ലേ. ഏത് രാജ്യവും യുദ്ധം തുടങ്ങുമ്പോൾ ഷോർട്ടേജ് വരും ആയുധത്തിന്. അപ്പോൾ ആ രാജ്യത്തിന് ആയുധങ്ങൾ ആവശ്യമാണ്. ആ ആയുധങ്ങൾ പല രാജ്യങ്ങൾ നൽകുമെന്നുള്ള കാര്യം നോർമലാണത്. നമുക്ക് ഏതൊക്കെ രാജ്യങ്ങൾ തരുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് അതിനുള്ള കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നുമില്ല. അതൊക്കെ സ്വാഭാവികം, ചിന്തിക്കാനുള്ളതേ ഉള്ളൂ നമുക്ക് അതിനകത്ത്. കാരണം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ തന്ത്രങ്ങളുണ്ട്, രണ്ട് തരം തന്ത്രമുണ്ട്. ഒന്ന് യുദ്ധതന്ത്രവുമുണ്ട്, അതിനോടൊപ്പം തന്നെ രാഷ്ട്രതന്ത്രം കൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് അതിലൊരു വിജയം നേടാൻ കഴിയുന്നത്. അത് നമ്മൾ രണ്ടും നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന പണി വെച്ചാൽ അതെ, ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, അടിക്കുന്നുണ്ട്, ഞങ്ങൾ നോക്കിയിരിക്കുന്നത് തിരിച്ചടിക്കും. അവന്മാരടിക്കുന്നു. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ എന്താണ്, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുക എന്ന് പറയുന്നത് പോലെ നമ്മളെ വന്ന് ചൊറിയുക. തിരിച്ചടി കിട്ടുമ്പോൾ രാത്രിയിൽ വന്നിട്ട് അവരുടെ മീഡിയയിൽ കൂടെ പറയുക, ഞങ്ങളുടെ ഇസ്ലാമാബാദ് തകർത്തു, ഞങ്ങളുടെ അത് തകർത്തു, ഇത് തകർത്തു എന്ന് പറയുക. ഇന്ത്യ ഇപ്പോൾ അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് പ്രേക്ഷകർ അറിയാൻ വേണ്ടി പറയുകയാണ്. കനത്ത ഡാമേജ് ആണ്. അവരുടെ ഏതാണ്ട് ഒരു 4ഓളം വ്യോമത്താവളങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്യോമത്താവളം ലാഹോർ തന്നെ അടിച്ച് തകർത്തിരുന്നു. ഇവിടെ നമ്മുടെ മീഡിയാസ് അത് റിപ്പോർട്ട് ചെയ്തത് എയർ ഡിഫൻസ് സിസ്റ്റം എന്നുള്ളതാണ്. അത് തെറ്റാണ്. അങ്ങനെയല്ല അതിന് പറയേണ്ടത്. ഈ വ്യോമത്താവളം തന്നെ പറയണം. അത് നാഷണൽ മീഡിയാസ് നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യോമത്താവളം തന്നെയാണ് അവർ പറയുന്നത്. നമ്മളത് എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ S-400 പോലത്തെ സിസ്റ്റത്തിനാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ എയർ ഡിഫൻസ് സിസ്റ്റം അല്ല, എയർപോർട്ടുകൾ തന്നെയാണ് അതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. എയർപോർട്ടുകൾ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കരുതും ഈ പഴയ കാലത്തേത് പോലെ റൺവേയിലൊക്കെ കൊണ്ട് ബോംബിടുന്ന രീതിയാണ്. ഇപ്പൊ ആ ഒരു രീതിയിൽ ആരും ചെയ്യാറൊന്നുമില്ല. റൺവേ തകർക്കുക എന്നുള്ളതല്ല, ഈ ടെക്നിക്കൽ പരമായിട്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ സൈഡ് തകർത്ത് കളഞ്ഞാൽ വിമാനത്തിന് പൊങ്ങാൻ കഴിയില്ല. കാരണം സിഗ്നൽസും കാര്യങ്ങളും എല്ലാം തന്നെ അതിന് വേണം. ഇപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആദ്യം ചെയ്തിരുന്നു. ഇന്നലെ നമ്മൾ അവരുടെ 3 വ്യോമത്താവളം, അതിനകത്ത് ഏറ്റവും അവർക്ക് തിരിച്ചടി ആയിരിക്കുന്നത് നൂർഖാനിൽ തന്നെയാണ്. ഏതായാലും അത്തരത്തിൽ, അതായത് അവരുടെ സപ്ലൈകൾ നമ്മൾ തടയുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇന്ത്യ വലിയ വിജയം നേടുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കറാച്ചി പോർട്ടിന്റെ അറ്റാക്ക് അത് ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അവരുടെ പെട്രോൾ സപ്ലൈ നമ്മളിപ്പോൾ തടഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാകിസ്ഥാൻ പെട്രോൾ ക്ഷാമത്തിലേക്ക് പോകുന്നു. പെട്രോൾ ക്ഷാമം വന്നിട്ട് സ്വാഭാവികമായി അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ അവരുടെ ഓരോ ലൈനുകൾ കട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ, അവരുടെ വ്യോമത്താവളങ്ങൾ തകർക്കുന്നത് മൂലം അവരുടെ വ്യോമ പ്രതിരോധത്തിന് വലിയ രീതിയിൽ ഒരു തിരിച്ചടിക്കുള്ള പവർ നഷ്ടപ്പെടുകയാണ്. അതായത് ഇന്ത്യ, എനിക്ക് തോന്നുന്നത് തുടക്കം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തീർത്ത് വന്ന് അവസാനം വലിയ പണിയെടുക്കാതെ തന്നെ തീർക്കാൻ കഴിയുന്ന ഒരു യുദ്ധമായിട്ട് തന്നെ തീരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.